السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى، ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ ഫൈനൽ സെമസ്റ്റർ ഡിപ്ലോമ ഫൈനൽ ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഈ ഘട്ടത്തിൽ നമുക്ക് നേരത്തെ പഠിച്ച ഗ്രൂപ്പിലുള്ള കൂടുതൽ ക്രിയകളാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ പ്രത്യേകതയുള്ള ഏതെങ്കിലും രീതിയിൽ പ്രത്യേകതയുള്ള ക്രിയകളാണ് അവസാനത്തിലേക്ക് മാറ്റി വച്ചിരുന്നത്. അഥവാ അതിൽ ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കുറെ ക്രിയകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് ഇപ്പോൾ എല്ലാ ക്രിയകളുടെയും ഇവിടെ പഠിക്കേണ്ട എല്ലാ ക്രിയകളുടെയും വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഇന്ന് ഒറ്റ ദിവസമായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ കുറെ കിട്ടുന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി ഞാൻ 2-3 ക്രിയകൾ വീതം 5 മിനിറ്റ് വീതമുള്ള വോയിസ് ക്ലിപ്പിലായിട്ട് ഇട്ടുതന്നിട്ടുണ്ട്. അത് പല പ്രാവശ്യം കേട്ട് പഠിക്കണം. എന്നിട്ട് അതിൻ്റെ ടേബിൾ എഴുതണം. ടേബിൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഇതേ മാതൃകയിലുള്ള വല്ല ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ ലന്നയുടെ ടേബിൾ എഴുതണം. അഞ്ചലയുടെ ടേബിൾ എഴുതണം. അപ്പൊ ലന്നയും അഞ്ചലയും കൂടെ ചേർന്നതാണ് അതല്ല ഗ്രൂപ്പ്. അതല്ല, കാരണം ലന്നയിലെ ശബ്ദമുള്ള ഇതിലുണ്ട്, അതേപോലെ അഞ്ചല ഗ്രൂപ്പിലുള്ള ക്രിയ. അതാണ് ഇങ്ങനെ ഇതിൽ വരുന്ന ഓരോ ക്രിയകളും. അസാബ അഞ്ചല ഗ്രൂപ്പാണ്. ഇടയിൽ കാല പോലെ ദുർബലാക്ഷരം വന്നിട്ടുണ്ട്. അസാബ യുസീബ് എന്നാണ് വരിക. അപ്പോൾ കാല യക്കൂലും അല്ല, മറിച്ച് കാല യക്കൂലും ഖാഫ് യഖാഫുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാല യക്കീലു എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു ക്രിയുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല. കാല യക്കീലു കാലാളം കാലൂഹും അബ്ബജനൂഹും എന്ന് പറഞ്ഞിട്ട് കാല. അതേപോലെ അസാബ യുസീബു ആണ് വരുന്നത്. അതായത് ദുർബലാക്ഷരമുള്ള ക്രിയ അവിടെ എഴുതി നോക്കുക. എഴുതിയിട്ട് പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് പ്രത്യേകം പഠിക്കണം. അസാമയും അസാത്ത അമാത്ത ഇതെല്ലാം അതേപോലുള്ള ക്രിയകളാണ്. പിന്നെയുള്ളത് അഹിയ, അഗ്ന, അഞ്ച, അഫ്സ, അഫ്സ ഇതെല്ലാം പിന്നെ ഇപ്പുറത്ത് വരുന്നുണ്ട്. ഇഹ്തദ, ഇത്തഖ, ഇഫ്തറ, ഇബ്തഗ, ഇൻതഹ ഇതെല്ലാം ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയകൾ എഴുതി നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അഹ്സ യഹ്സി, അപ്പോൾ ഹദാ യഹ്ദി പോലെയാണ് വരിക. അഹ്സ യഹ്സി അവിടെയും ഹദാ യഹ്ദി പോലെയാണ് വരിക. ഇഫ്തദ യഹ്തദി അവിടെയും ഹദാ യഹ്ദി പോലെ വരും. ഇഫ്തറ യഫ്തരി അവിടെയും ഹദാ യഹ്ദി പോലെ വരും. ഇബ്തഗ യബ്തഗി, ഇൻതഹ യൻതഹി ഇതെല്ലാം ദുർബലാക്ഷരം എന്ന രീതിയിൽ നോക്കിയാൽ ഹദാ യഹ്ദി പോലെ വരും. പിന്നീട് അഞ്ചര ഗ്രൂപ്പിൽപ്പെട്ടതാണ് അഹിയ, അഗ്ന, ഇതെല്ലാം ദുർബലാക്ഷം വരുന്നവയുടെ കൂട്ടത്തിൽ അഞ്ചര ഗ്രൂപ്പിൽപ്പെട്ടതാണെങ്കിൽ അഞ്ച, അഹ്സ, അഖ്ഫ ഇതെല്ലാം അഞ്ചര ഗ്രൂപ്പുമാണ്. അവസാനം ദുർബലാക്ഷരം വന്നവയുമാണ്. പിന്നെ അറ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചെടുത്ത് ഹംസ അടങ്ങിയതാണ്, അതേപോലെ ദുർബലാക്ഷരം വന്നതുമാണ്. ഹംസ അടങ്ങിയതാണ്, ദുർബലാക്ഷരം വന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് എഴുതി നോക്കാം. നമ്മൾ ടെക്സ്റ്റ് നോക്കിയാൽ അതിൽ പൂർണ്ണമായ പട്ടികയുണ്ട്. പഴയ ടെക്സ്റ്റ് പൂർണ്ണമായ പട്ടിക ഉണ്ടാകുന്നതിന് പഠിക്കേണ്ട ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എഴുതി നോക്കുക. അല്ലെങ്കിൽ പഠിച്ചിടത്തോളം ഭാഗം എഴുതി നോക്കിയാലും നമുക്ക് കിട്ടും, കുഴപ്പമില്ല. പിന്നീട് അറ എഴുതാം. അപ്പൊ കണ്ടു എന്നത്
മൂന്നക്ഷര ക്രിയയാണ്. അറ എന്നത് അഞ്ചല ഗ്രൂപ്പിൽ വരുന്ന ക്രിയയാണ്. അതോടൊപ്പം ഒരു ദുർബലാക്ഷരം വന്നിട്ടുണ്ട്, ഹംസും വന്നിട്ടുണ്ട്. ഹംസയുടെ അഞ്ചല ഗ്രൂപ്പിലെ അഞ്ചലയുടെ മാത്രമേ കാണുള്ളൂ. റയുടെ ഇടയിലൊരു ഹംസ ഉണ്ടായിരുന്നു, ആ ഹംസന് പോയി, എന്നിട്ടാണ് അറ വന്നത്. കണ്ടു, അറ കാണിച്ചു വെച്ചു. ഓക്കെ, ഇനിതാ തസാഅലയും തബാറക്കയും ഒരേപോലെയാണ്, അത് അതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. തവല്ല വരുമ്പോൾ തദക്കറ ഗ്രൂപ്പാണ് അത്, അതോടൊപ്പം ദുർബലാക്ഷരം വന്നിട്ടുണ്ട്. ഇൻഷക്കയ്ക്ക് പല പ്രത്യേകതകളുണ്ട്, അത് വോയിസ് ഗ്രൂപ്പിന് ഞാൻ തന്നിട്ടുള്ളത്. ഇൻഷക്ക വന്നപ്പോഴത്തേക്ക് അവസാന ഷെഡ് വന്നതാണ്. അപ്പോൾ അതിന് ഇൻഷക്ക. കൽപ്പനക്രിയയും പൂർണ്ണക്രിയയും ഒരേപോലെ വരിക. കൽപ്പനക്രിയ പൂർണ്ണക്രിയകൾ ഇൻഷക്ക, ഇൻഷക്കു. അതേപോലെ ഇൻഷക്കു, അവിടെയും എന്താണ് കൽപ്പനക്രിയയും പൂർണ്ണക്രിയയും ഒരേപോലെ. നമ്മളതിൽ നോക്കേണ്ട, ടേബിൾ അങ്ങനെ തന്നെ കാണാൻ പഠിച്ചു വയ്ക്കുക. ടേബിൾ രണ്ട് രീതിയിലും കാണാൻ പഠിക്കണം. മലയാളത്തോടൊപ്പം എന്താ കാണാൻ പഠിക്കണം, മലയാളം ഇല്ലാതെയും കാണാൻ പഠിക്കണം. എന്നിട്ട് എഴുതണം, പഠിക്കുക, എഴുതുക. അറബി മാത്രം പഠിക്കുക, എഴുതുക. അറബി മലയാളം പഠിക്കുക, എഴുതുക. ഇത്തക്ക വരുമ്പോൾ വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത്തക്ക വരുമ്പോൾ എന്താണ് ദുർബലാക്ഷരം വന്നിട്ടുണ്ട്. അതേപോലെ തുടക്കത്തിൽ എന്താണ് യഖ്തലഫ ഗ്രൂപ്പാണ്. യഖ്തലഫ ഗ്രൂപ്പില് ഇവിടെ രണ്ട് തായാണ് ആദ്യത്തിൽ കാണുന്നത്. യഖ്തലഫയിലെ തായും അല്ലാത്ത തായും. അപ്പോൾ അത് രണ്ടും യഖ്തലഫ ഗ്രൂപ്പും എഴുതണം. അതോടൊപ്പം വക്കായക്കി എഴുതിയുണ്ട്. വക്കായക്കി എന്ന് പറയുന്ന ക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചില്ലെങ്കിൽ പാഠപുസ്തകത്തിന്റെ അവസാനത്തെ ടേബിൾ ഉണ്ടോ? പഴയ പാഠപുസ്തകത്തിന്റെ അവസാനത്തെ ടേബിൾ. പുതിയ പാഠപുസ്തകത്തിലാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെങ്കിൽ അതിതുവരെ ടേബിൾ വന്നില്ല. പഴയ പാഠപുസ്തകത്തിൽ വക്കായക്കയുടെ ടേബിൾ ഉണ്ടാവും, അത് നോക്കി പഠിക്കുക. എന്നിട്ട് ഇത്തക്ക എഴുതുക. ഇത്തറ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്തലഫ ഗ്രൂപ്പാണ്, അതോടൊപ്പം അവസാനം ദുർബലാക്ഷരം എന്നാണ്. പിന്നെ ഇസ്തഖാമ, ഇസ്തഗ്ഫറ ഗ്രൂപ്പാണ്. അതുപോലെ കാമ പറഞ്ഞു നോക്കുക, കാമ എഴുതി നോക്കുക. ഇസ്തഖാമയും ഇസ്തഗ്ഫറ എഴുതി നോക്കുക. പിന്നീട് ഇസ്തഖാമ എഴുതുക. കാമ എഴുതണം, ഇസ്തഗ്ഫറ എഴുതണം, പിന്നെ ഇസ്തഖാമ എഴുതണം, പിന്നെ ഇസ്തഖാമ, ഇസ്തജാബ എല്ലാം ഒരേപോലെ തന്നെ. ഇന്നത്തെ ഒരു ടേബിളിന്റെ പണി കഴിഞ്ഞു. ടേബിളിൽ ഏതെങ്കിലും വാക്കി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വാക്കിൽ സംശയം ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ പറയിപ്പിക്കും കേട്ടോ, ഇതിൽ ഏതെങ്കിലും വാക്കിൽ സംശയം ഉണ്ടോ എന്ന് നോക്കണം. തസാഅല വരെ നമ്മൾ പറഞ്ഞതിന്റെ ഓർമ്മ. തസാഅലയിൽ നമുക്ക് എന്താ പഠിക്കേണ്ടത്? 7 രൂപമാണ് പഠിക്കേണ്ടത് കേട്ടോ. തസാഅല 7 രൂപം. തസാഅല എന്ന പൂർണ്ണക്രിയ. പിന്നീട് യതസാഅലു, യതസാഅലൂന, തതസാഅലു, തതസാഅലൂന, അത്തസാഅലു, നതസാഅലു. ഹിയ തസാഅലത്. ഇത്രയും ഹിയ തതസാഅലു, ഹിയ തസാഅലതല്ല, ഹിയ തതസാഅലു. അങ്ങനെ 7 അല്ലെങ്കിൽ 8 രൂപമാണ് നമുക്ക് പഠിക്കുന്നത്. ടേബിള് തസാഅലയിലെ ടേബിളിലൂടെ പൂർണ്ണമായിട്ടും തന്നിട്ടുണ്ട്. ഞങ്ങളെ നമുക്ക് പഠിക്കുന്നത് മാത്രം വരട്ടെ. തസാഅല. ഓക്കെ, ഇപ്പൊ പട്ടിക പറയാൻ ആരും റെഡിയുണ്ട്? ഞാൻ ചോദിക്കുന്ന പട്ടിക പറയാൻ. പറഞ്ഞു നോക്കാം. ഏത് പട്ടിക വേണമെങ്കിലും പറയാൻ പറ്റും അല്ലേ? നോക്കാം. എന്നാല് അക്കാമ പറയാം. അക്കാമ. അകാമ, അകാമു, അകംത, അകംതും, അകംതു, അകംന. യഖൂമു, യഖൂമൂന, തഖൂമു, തഖൂമൂന, നഖൂമു, നഖൂമു. വെയിറ്റ്. യുഖീമു, യുഖീമൂന. യുഖീമു, യുഖീമൂന, തുഖീമു, തുഖീമൂന, ഉഖീമു, നുഖീമു.
അക്കിം അക്കീമു ലാ തുഖിം ലാ തുഖീമു മുഖീമുൻ മുഖാമുൻ ഇഖാമത്തുൻ യ ഹിയ അക്കാമത്ത് യ തുഖീമു അക്കാമത്ത് ഹിയ തുഖീമു. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ആളാരാ? അടുത്ത ചോദിക്കുന്ന പറയാൻ റെഡി ആയിട്ടുള്ള ആരാ? ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അമാത്ത പറയണം. ആർക്ക് പറയാം? അമാത്ത. 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 അമ്മാത്ത അമാത്തു അമത്ത. അമാത്ത അമാത്തു അമത്ത അമത്ത അമാത്തും അമാത്തു അമത്ത അമത്തും. അമത്ത അമത്തും. അമാത്ത അമാത്തു അമത്ത അമത്തും അമത്തു അമത്തന യുമീത്തു യുമീത്തുന തുമീത്തു തുമീത്തുന ഉമീത്തു നുമീത്തു അമിത് അമീത്തു ലാ തുമിത് ലാ തുമീത്തു മുമീത്തുൻ മുമാത്തുൻ വേറെ ആരും പറയരുത് കേട്ടോ, ഞാനേ പറയുള്ളൂ. മുമിത്തുൻ മുമാത്തുൻ ഇമാത്തത്തുൻ. ഇമാത്തത്തുൻ ഹിയ അമാത്തത് ഹിയ തുമീത്തു. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കുകയാണ്. ഇതൊന്നും ഇടയ്ക്ക് തെറ്റിപ്പോകുന്നൊന്നും ഒരു പ്രശ്നമാക്കണ്ട കേട്ടോ. ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും തെറ്റുന്ന സംഭവങ്ങളാണ്. നമ്മളത് പഠിച്ചെങ്കിൽ നമ്മൾ എന്താണ് അത്രയും എഫിഷ്യൻ്റ് ആണെന്നർത്ഥം, പവർഫുൾ ആണെന്നർത്ഥം. അടുത്ത അഹിയ. വേറൊരാൾ പറഞ്ഞവരല്ലാതെ വേറൊരാൾ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടല്ലോ, അയാൾ പറയും. അഹിയ. അഹിയ. അഹിയ അഹിയു അഹിയു അല്ല. അഹിയ അഹിയു അല്ല. അഹിയ. അഹിയ അഹിയു അഹിയൈത അഹിയൈത്തും അഹിയൈത്തു അഹൈന യുഹി യുഹിയൂന തുഹി തുഹിയൂന ഉഹി നുഹി അഹി അഹിയു ലാ തുഹി ലാ തുഹിയു മുഹിയിൻ മുഹയ്യൻ ഇഹിയാഉൻ ഹിയ അഹിയത്ത് ഹിയ തുഹി. അപ്പൊ യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യഹ്യാ ഉലൂമുദ്ദീൻ. യഹ്യാ ഉലൂമുദ്ദീൻ. ഉലൂം എന്താ? ഇൽമിന്റെ ബഹുജനം ഉലൂം. ഉലമ അല്ല. ഉലൂം എന്ന് പറഞ്ഞാൽ അറിവുകൾ. യഹ്യാ ഉലൂം. ഉലൂം അറിവുകൾ. ഇൽമിന്റെ ബഹുജനം ഉലൂം അറിവുകൾ. യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യഹ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവൻ നൽകി. നൽകൽ. അഹ്യ ജീവൻ നൽകി. യഹ്യ ജീവൻ നൽകൽ. ഉലൂമുദ്ദീൻ ദീനിന്റെ വിജ്ഞാനങ്ങൾക്ക് ജീവൻ നൽകൽ. അറിവുകൾക്ക് ദീനിന്റെ അറിവുകൾക്ക് ജീവൻ നൽകൽ. അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്, കേട്ടിട്ടുണ്ടോ? യഹ്യാ ഉലൂമുദ്ദീൻ. യഹ്യായിലുണ്ട്, യഹ്യായിലുണ്ടെന്നൊക്കെ പറയാം. യഹ്യ വായിക്കണമെന്നൊക്കെ പറയും. യഹ്യാ ഉലൂമുദ്ദീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. യഹ്യാ ഉലൂമുദ്ദീൻ. നമ്മൾ സ്പെല്ലിങ് കറക്റ്റായിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. യഹ്യാ ഉലൂമുദ്ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭാഷകളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടുള്ളൂ, പത്രത്തിലൊക്കെ വരും, ആലോചനയിലൊക്കെ വരും. യഹ്യാ ഉലൂമുദ്ദീൻ പരിഭാഷ. ഇമാം ഖസ്ദാരിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് യഹ്യാ ഉലൂമുദ്ദീൻ. ഓക്കെ. ആറാ പറഞ്ഞായിരുന്നു? ആറാ പറയൂ. വേറെ ആള് പറയും. നോക്കെ.
വേഗം പറയ്. പറ. കാണിച്ചു കൊടുത്തു. കാണിച്ചു. അറ ഉം. അറ അറവു അത് അറയിത്ത് പറയില്ല. അറയിത്തു അറയിത്തു അറയിന യുരി യുരിയുന തുരി തുരിയുന ഉരി നുരി അറു ലാ അരി. തുരി ലാ അരി. അരി. അരി അറു ലാ തുരി ലാ തുരി ലാ തുറു മുരിൻ മുറൻ ഇറാഅത്തുൻ ഹിയ അറത്ത് ഹിയ തുരി. كذلك نري إبراهيم. എന്താർത്ഥം? ഇല്ല ഇല്ല كذلك كذلك نري إبراهيم. പ്രകാരം കാണിക്കുന്നു. നുരി ഇബ്രാഹിം. ذلك അത് കാണിക്കപ്പെട്ടു. ഇബ്രാഹിം അത് കാണിക്കുന്നു. നുരി എപ്രകാരം കാണിക്കപ്പെട്ടു? പെട്ടു എന്നുള്ളത് കിട്ടി. അതാ അറ അറവ് അറയത്ത് അറയത്തും അറയത്തു അറയന ഇപ്പൊ കാണിക്കുന്നു. നാം കാണിക്കുന്നു. നാം കാണിക്കുന്നു. നുരി നാം കാണിക്കുന്നു. നുരി ഇബ്രാഹിം. ഇബ്രാഹിമിനെ നാം കാണിക്കുന്നു. അതെ, നുരി നാം കാണിച്ചു കൊടുക്കുന്നു. ഉരി ഞാൻ കാണിക്കുന്നു. നുരി നാം കാണിക്കുന്നു. എന്റെ അപൂർണക്രിയ നുരി. റബ്ബന അരിന എന്താർത്ഥം? ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അരിന അരിന മനാസിക്കന. മനാസിക് എന്താ? ആരാധനാകാര്യങ്ങൾ. മനാസിക് ആരാധനാകാര്യങ്ങൾ. അരിന മനാസിക്കന. ഞങ്ങളുടെ ആരാധനാകാര്യങ്ങൾ നീ കാണിച്ചു തരണമേ. അരിന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അപ്പൊ ഇതിലൊക്കെയുള്ള നമുക്ക് നമ്മുടെ വായിൽ വരാത്ത ചില രൂപങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് വായി വരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഇറാഅത്തുൻ നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഖുർആനിൽ വന്നിട്ടില്ല. നമ്മൾ ടേബിളിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം അവിടെ കൊടുത്തിട്ടിരിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് അകന. ആർക്കറിയാം അകന? പറഞ്ഞാൽ തന്നെ പറയേണ്ടി വരും. പറയാത്തവരില്ലല്ലോ. അകന പറയാത്തവരില്ലെങ്കിൽ വേറൊരാൾ പറയും. അകന അകനോ അകനയത്ത് അകനയത്തും അകനയത്തു അകനൈന യോഗനി യോഗനൂന തോകനി തോകനൂന ഓകനി നോകനി അകനി അകനോ ലാ തോകനി ലാ തോകനോ മോകനിൻ മോകനൻ യഗനാഉൻ ഹിയ അകനത് ഹിയ തോകനി. ولا تغني شفاعتهم شيئا. യാതൊന്നും لا تغني شفاعتهم. ഉപകരിക്കുകയില്ല. ഒരു ശുപാർശയും ഉപകരിക്കുകയില്ല. لا تغني شفاعتهم شيئا. അവർക്ക് യാതൊരു ശുപാർശയും ലഭിക്കുകയില്ല. لا تغني شفاعتهم. ഉപകരിക്കുകയില്ല. شفاعتهم. അവരുടെ ശുപാർശ ഉപകരിക്കുകയില്ല. ഷൈഅൻ ഒരു കാര്യം ഒട്ടും തന്നെ. ഒന്നും തന്നെ. അടുത്തത് അഖ്ഫ. അഖ്ഫ മറച്ചു വെച്ചു. ഇതിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ മതി. ആരും പറയണ്ടല്ലോ. ഒരാള് പറയും. ഒരുപാട് പേരുണ്ട് പറയാൻ. ഇതിലുണ്ട് ഒരുപാട് ആള്. ജോഷിലൊക്കെ പറ. ജോഷിലോ അഖ്ഫ അഖ്ഫൗ അഖ്ഫൈത അഖ്ഫൈതും അഖ്ഫൈതു അഖ്ഫൈന. അടുത്ത ആശാറാണി പറയണം.
ഇടയ്ക്ക് സംസാരിക്കല്ലേ? യുഖ്ഫി യുഖ്ഫൂന. يخفي يخفون تخفي تخفون أخفي نخفي أخفي أخفو لا تخفي لا تخفو مخف مخف إخفاء هي هي മുഹ്ഫൻ മുഹ്ഫൻ മുഖ്ഫിൻ മുഖ്ഫൻ. مخف مخف إخفاء هي هي أخفت هي تخفي മാഷാ അല്ലാ. ആശാറാണി ഉണ്ട്, റഫീത്ത ഉണ്ട്. പറഞ്ഞു. അടുത്തത് ഓക്കെ. അടുത്തത് പറയേണ്ടത് തവല്ല. തവല്ല തവല്ല എന്ന് പറയുന്നിടത്ത് നീട്ടും. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കരുത്. തവല്ല എന്ന് പറയുന്നിടത്ത് ഇതൊക്കെ പറഞ്ഞ സ്ഥലത്ത് ചില സ്ഥലങ്ങളിലേക്ക് നീട്ടി, ചില സ്ഥലത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് നീണ്ടു പോയിട്ടുണ്ട്. ഞാൻ അറിയാത്തതല്ല. അവിടെ നിങ്ങൾ എഴുതി തന്നെ നോക്കണം കേട്ടോ. എഴുതുമ്പോൾ നിങ്ങൾക്ക് നീട്ട് വരുന്നു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ്. ക്ഷേം അരമാർക്കൊന്നുമില്ല കേട്ടാ. ഇതിലറിയാമല്ലോ, ഫോർമാറ്റ് അറിയാമല്ലോ, പരീക്ഷയുടെ ഫോർമാറ്റ്. 21 രൂപങ്ങളുടെ പട്ടിക ഉണ്ടാവില്ല. 21 രൂപങ്ങളുടെ പട്ടിക ഉണ്ടാവില്ല, 6 രൂപങ്ങളുടെ പട്ടിക ഉണ്ടാവും. അതേപോലെ 4 രൂപങ്ങളുടെ പട്ടിക ഉണ്ടാവും. കർത്താവ്, കർമ്മം, ക്രിയാധാതു അതുപോലെ തുടങ്ങുന്ന 6 രൂപങ്ങളുണ്ടാവും. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, കർത്താവ്, കർമ്മം, ക്രിയാധാതു 6 രൂപങ്ങൾ. തിരഞ്ഞെടുത്ത 6 രൂപങ്ങൾ. 6 രൂപങ്ങൾ 5 മാർക്കേ കിട്ടുള്ളൂ. കാരണം 1 നമ്മൾ തന്നിട്ടുണ്ടാവും. പൂർണ്ണക്രിയ നമ്മൾ തന്നിട്ടുണ്ടാവും. ബാക്കി 5 രൂപ എഴുതണം. അതായത് നിങ്ങൾക്ക് സിൽവറിൽ വന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ്. അല്ല, സിൽവർ അല്ല, പിന്നെ അവസാനത്തെ പരീക്ഷ ഏതായിരുന്നു? പ്ലാറ്റിനത്തിൽ അവസാനം എഴുതാൻ പോയ നിങ്ങൾ ഫൈനൽ എഴുതാൻ പോയ പ്ലാറ്റിനത്തിൽ വന്ന അതേ ഫോർമാറ്റിലാണ് ഫൈനലിലും വരിക. പ്ലാറ്റിനത്തിൽ 21 രൂപകൾ ഉണ്ടാവില്ല. അത് 10 മാർക്കിന്റെ ചോദ്യം ആയതുണ്ടാവില്ല. അതേസമയം കർത്താവ്, കർമ്മം, ക്രിയാധാതു അടങ്ങുന്ന 6 രൂപ ഉണ്ടാവും. പിന്നെ പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ വരുന്ന 1 രൂപ ഉണ്ടാവും, ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്തെല്ലാം പഠിച്ച രൂപങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നെ ചില ക്രിയകൾ എന്നിട്ട് അതിൻ്റെ രൂപഭേദങ്ങൾ, മാച്ചിങ്, അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംഭവം റെഡിയാണ്, ലളിതമാണ്. നിങ്ങൾ ടേബിൾ കറക്റ്റായിട്ട് എല്ലാ ടേബിളും പഠിച്ചു വെച്ചേക്കാം. കാരണം ചോദ്യം എടുക്കുമ്പോഴത്തേക്ക് ആദ്യം മുതൽ ഇങ്ങനെ ഓരോ ക്രിയയും എടുത്തിട്ടാണ് ചോദ്യം വരിക. അപ്പൊ ഓരോ ക്രിയയും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതി ചോദിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്നിന്റെ പട്ടിക ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നിന്റെ അർത്ഥം ചോദിക്കും, വേറൊന്നിന്റെ പിന്നെ കർത്താവ്, കർമ്മം, ക്രിയാധാതു ചോദിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും വരിക. ഒരു രൂപം തന്നിട്ട് അതിന്റെ പൂർണ്ണക്രിയ വരാൻ പറയും. പൂർണ്ണക്രിയ വരുമ്പോൾ ചിലപ്പോൾ അക്ഷരമൊന്നും ഇല്ലാത്തതിനായിരിക്കും പൂർണ്ണക്രിയ വരാം. ഇപ്പോൾ ഉദാഹരണം ഇറ്റക്കി, ഇറ്റക്കി എന്നിട്ട് കെസൽട്ട് ഉണ്ടാവും അവസാനം, ഇറ്റക്കി. അപ്പം എന്റെ പൂർണ്ണക്രിയ എന്താ? ഇത്തക്ക. ഇത്തക്ക എന്ന് ആധാരം കൊടുത്ത 5000. ഓക്കെ, അതേപോലെ ചിലപ്പോൾ ഇടയിൽ അരിഫ് പോകുന്നുണ്ടാവും. അമാത്ത, അമാത്തയുടെ അമത്ത എന്ന വാക്കായിരിക്കുന്നത്. അമത്ത, അമത്ത, ഹംസ മീന് 2 ത, അമത്ത. അപ്പൊ അമത്തയുടെ പൂർണ്ണക്രിയ എഴുതാം. പൂർണ്ണക്രിയ ആദ്യം എഴുതാൻ പറഞ്ഞാൽ അമാത്ത എഴുതണം. അപ്പൊ അവിടെ അരിഫ് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രത്യേകം ചെയ്യും. എല്ലാ ടേബിള് പഠിക്കാതെ ഒരു വഴിയില്ല. ഓക്കെ, തവല്ല ആർക്ക് പറയാം? ആരെങ്കിലും പറയാത്തോല് പറയണം. പറയാത്തവരോ പറഞ്ഞവരോ ആരെങ്കിലും പറയും, നമുക്ക് സമയമില്ല. തവല്ല, തവല്ലോ, തവല്ലേത്ത്, തവല്ലേത്തും, തവല്ലേത്ത്, തവല്ലൈന, യതവല്ല, യതവല്ലൗന, തതവല്ല, തതവല്ലോന, അതവല്ല, നതവല്ല, തവല്ല, തവല്ലു, ലാ തതവല്ല, ലാ തതവല്ലോ, മുതവല്ലിൻ, മുതവല്ലുൻ, മുത്തവല്ലൻ, മുത്തവല്ലിൻ, മുത്തവല്ലൻ, മുതവല്ലിൻ, മുതവല്ലൻ, തവല്ലിൻ, യതവല്ലത്ത്, യതതവല്ല, തവല്ലിൻ, തവല്ലിൻ,
പിന്തിരിയൽ, തവല്ലിൻ എന്നാണ് പിന്തിരിയൽ. ഹിയ തവല്ലത്, ഹിയ തതവല്ല. ലാസ്റ്റ് അതിന് കിസർ തൻവീനാണല്ലോ വന്നേക്കുന്നത്, അതെ തവല്ലിൻ. അതെ അതെ, അവസാനം ലമ്മ തന്മീൻ വരുന്നിടത്ത് ദുർബലാക്ഷരമാണെങ്കിൽ ആ അക്ഷരം കളഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിലതിന് തന്മീൻ കൊടുക്കും. കേട്ടോ? തവല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അവസാനം ഹദായുടെ ഇത് അക്ഷരമല്ലേ വരുന്നത്, അവിടെ ലമ്മ് കൊടുക്കാൻ പറ്റില്ല അവസാനം വരുമ്പോൾ. അപ്പം ലമ്മ് കൊടുക്കാൻ പറ്റാത്തതിന് യഥാർത്ഥത്തിൽ ഒരു ഫാത്തിഹൻ, മഫ്തൂഹൻ, ഫത്തഹുൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് അവസാനം ലമ്മല്ലേ ലമ്മാണ്. അപ്പൊ ദുർബലാക്ഷരത്തിന് അവസാനം ലമ്മ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ദുർബലാക്ഷരം അവസാനം ലമ്മ് വരേണ്ട സ്ഥാനത്ത് വരുമ്പോൾ ആ ദുർബലാക്ഷരം കളഞ്ഞിട്ട് അതിന് മുമ്പുള്ളതിന് തന്മീൻ കൊടുക്കും. തൻവീനോ? അല്ല അങ്ങനെയല്ല. അവസാനം ദുർബലാക്ഷരം കളഞ്ഞിട്ട് അതിന് മുമ്പുള്ളതിന് തന്മീൻ കൊടുക്കും. ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ അത് തന്മീൻ അതിന് മുമ്പുള്ളതിന് ഫത്തഹാണുള്ളതെങ്കിൽ ഫത്തഹ് തന്മീൻ കൊടുക്കും, അതിന് മുമ്പുള്ളതിന് കെസ്റാണുള്ളതെങ്കിൽ കെസ്ർ തന്മീൻ കൊടുക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ മുഹ്യിൻ ഇല്ല, ഇത്തക്കടെ വന്നേക്കുന്നത് അങ്ങനെയാണല്ലോ. മുത്തക്കൻ മുത്തക്കാന്നേ വന്നിട്ടുള്ളൂ, മുത്തക്കൻ വന്നിട്ടില്ലല്ലോ. മുത്തക്കൻ ആണ് കേട്ടോ. അവിടെ ഒരു പത്ത് ഉള്ളത് 2 പത്ത് കൊടുക്കണം. മുത്തക്കൻ എന്നാണ് വരിക. മുത്തക്കൻ മുത്തക്കൻ ആണ്. ടേബിൾ തന്നതിൽ ഒരു ഫത്തഹേ ഉള്ളൂ, ഒരു വരെയും കൂടി ഇട്ട് കൊടുക്കും. മുത്തക്കൻ. മുബത്തകൻ. അതേപോലെ അപ്പൊ ലാസ്റ്റ് കർമ്മം ക്രിയാദ അവിടെ മുത്തക്കൻ ഓക്കെ. സുമ്മ തവല്ല അൻഹു, അവിടെ ദീർഘമുണ്ടെങ്കിൽ എന്തായിരിക്കും അർത്ഥം? സുമ്മ തവല്ല അൻഹും. സുമ്മ തവല്ല അൻഹും എന്താ അർത്ഥം? അവരിൽ നിന്നും പിന്തിരിഞ്ഞവർ. സുമ്മ തവല്ല അൻഹും, പിന്നെ അവരിൽ നിന്നും പിന്തിരിയുന്നു. അദ്ദേഹം പിന്തിരിഞ്ഞു. സുമ്മ പിന്നീട് തവല്ല അദ്ദേഹം പിന്തിരിഞ്ഞു, അൻഹും അവരിൽ നിന്നും. ഇനി അതേ വാക്ക് തന്നെ സുമ്മ തവല്ല അൻഹും, അല്ല സുമ്മ ഇല്ല, ഫതവല്ല അൻഹും. ഫതവല്ല അൻഹും ദീർഘമില്ല. അപ്പോൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക. പിന്തിരിയുക. താങ്കൾ അവരിൽ നിന്ന് പിന്തിരിയൂ. ഫതവല്ല അൻഹും ദീർഘമില്ലെങ്കിൽ ഫതവല്ല അൻഹും താങ്കൾ അവരിൽ നിന്നും പിന്തിരിഞ്ഞു പോകൂ. കൽപ്പന. അവിടെ കൽപ്പനയില്ല. സുമ്മ തവല്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രസ്താവനയാണ്, അദ്ദേഹം പിന്തിരിഞ്ഞു പോയി. ഓക്കെ. അടുത്തത് ഇൻഷക്ക പറയും. ഇൻഷക്ക ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. ഇൻഷക്ക ആർക്കും പറയാം. ഇൻഷക്കൈനെ അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഷദ്ദാണെങ്കിൽ ഷദ് പൊളിച്ച് പറയണം. ഷദ്ദല്ല അവിടെ ഇത്തക്ക പോലെയാണെങ്കിൽ ഇഹ്തദ പോലെയാണെങ്കിൽ ഇഹ്തദൈത്ത് എന്ന് വരും. അതേസമയം ഷദ്ദാണെങ്കിൽ ഇൻഷക്ത, ഇൻഷക്കൂ, ഇൻഷക്കത്ത, ഇൻഷക്കത്ത, ഇൻഷക്കത്തും. ينشق ينشقون تنشق تنشقون أنشق ننشق انشق انشقوا لا تنشق لا تنشقوا منشق منشق انشقاء മുൻഷക്കുൻ വ്യത്യാസമില്ല. മുൻഷക്കുൻ വ്യത്യാസമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മുൻഷക്കുൻ എന്ന് പറയുന്നിടത്ത് എന്താ അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റാണ് വേണ്ടത്. ഫാത്തിഹുൻ അല്ലേ?
ഫാത്തിഹല്ല മുസ്തഗ്ഫിറുൻ മുസ്തഗ്ഫിറല്ലേ മുൻസിലെടുക്കാം അഞ്ചര ഗ്രൂപ്പാണ്. അപ്പൊ എന്താണ് മുൻസിലുൻ അവസാനത്തെ മുമ്പതിന് കെസറാണ്. മുൻസലുൻ അവസാനത്തെ മുമ്പതിന് ഫതഹാണ്. അപ്പോ ഇവിടെ അവസാനത്ത് മുൻഷക്കുൻ എന്ന് പറയുന്നിടത്ത് അവസാനത്തെ മുമ്പ് അക്ഷരത്തിന്റെ അടയാളം കാണാൻ പറ്റുന്നില്ല. മുൻഷക്കുൻ എന്ന് പറയുന്നിടത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ശബ്ദമാണ് അവിടെ. ശബ്ദം വരുമ്പോ അവസാനത്തിന് മുമ്പ് അക്ഷരത്തിന്റെ ഏതാണ്? മുൻഷക്കുൻ മുൻഷക്കുൻ എന്ന് പറയുന്നിടത്ത് അവസാനത്തിന് മുമ്പ് അക്ഷരം ഏതാ? മുൻഷിക്കുൻ കസർ അവസാനത്തെ മുമ്പുള്ള അക്ഷരം ഏതാ? അക്ഷരം കാഫ് കാഫാണ്. അവസാനത്തെ അക്ഷരം ഏതാ? ഇതും കാഫാണ്. അവസാനത്തെ അക്ഷരം കാഫാണ്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരവും കാഫാണ്. അപ്പൊ അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന്റെ അടയാളം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ ശരിക്കുള്ളതുകൊണ്ട് അപ്പോ മുൻസിലിന്റെ കെസർ കാണാൻ പറ്റുന്നില്ല. മുൻസിലിന്റെ ജായുടെ കെസർ കാണാൻ പറ്റില്ല നമുക്ക് മുൻഷക്കുൻ വരുമ്പോ. അതേപോലെ മുൻസിലും കഴിഞ്ഞിട്ട് മുൻസലുനാണ് വരുന്നത് കർമ്മനാമം വരുമ്പോ. അപ്പൊ മുൻസലിൽ നിന്നെടുത്ത് അവസാനത്തെ മുമ്പതിന് ഫതഹാണ്. അപ്പൊ മുൻഷക്കുൻ രണ്ടാമത്തെ മുൻഷക്കില് അവസാനത്തെ മുമ്പുള്ള അക്ഷരം അതും കാണുന്നില്ല. അപ്പൊ രണ്ടും ഒരേപോലെയാണ് വരിക. ക്ലിയർ? മുൻഷക്കുൻ 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 മുൻഷിക്കാക്കുൻ ഇൻഷിഖാഖ്. ഇൻഷക്കത്ത് ഹിയ തുൻഷിക്കു ഹിയ എഴുതിയിട്ടുണ്ട് പറയുന്നത്. മുൻഷക്കുന്നുള്ളതിന് തമ്മിൽ ശ്രദ്ധ ഹിയ ഉണ്ടാവില്ലേ? ഇൻഷക്കത്ത് ഇൻഷക്കത്ത് അമ്മിന്റെ കാര്യം എന്താ പറഞ്ഞത്? മുൻഷക്കുന്നുള്ള ഇൻഷക്കത്ത് റമ്മിന്റെ കാര്യം ആരോ പറഞ്ഞത്? ലമ്മില് മുൻഷക്കുന്നുള്ളിടത്ത് ശ്രദ്ധ ഉണ്ടാവില്ലേ? ശബ്ദമുണ്ട് ലമ്മുണ്ട്. മുൻഷിക്കുൻ മുൻഷക്കുൻ രണ്ട് മുൻഷക്കും ഒരേപോലെ തന്നെയാണ്. ഞാൻ ആദ്യം ചോദിച്ചു അവസാനത്തെ അക്ഷരം ഏതാണ്? മുൻഷക്കുൻ എന്നിടത്ത് അവസാനത്തെ അക്ഷരം മുൻഷക്കുൻ എന്നിടത്ത് കാഫാണ്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം ഏതാണ്? കാഫാണ് അവിടെയും കാഫാണ്, ഷീനല്ല. ഷെഡ് വന്നാൽ രണ്ടക്ഷരമാണ്. അപ്പൊ അവസാനത്തെ അക്ഷരം കാഫാണ്, അവസാനത്തെ മുമ്പുള്ള അക്ഷരവും കാഫാണ്. പക്ഷേ ഷെഡ് വന്നാൽ രണ്ടക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ അടയാളം കാണാൻ പറ്റുന്നില്ല. വന്ന എന്ന് പറഞ്ഞിടത്ത് അവസാനത്തെ അക്ഷരം ന്യൂനാണ്, അവസാനത്തെ മുമ്പുള്ള അക്ഷരവും ന്യൂനാണ്. അപ്പൊ അവസാനത്തെ അക്ഷരത്തിന്റെ അടയാളം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതേപോലെ ഇൻഷക്ക വന്നിടത്ത് എന്താണ്? അവസാനത്തെ അക്ഷരവും കാഫാണ്, അവസാനത്തെ മുമ്പുള്ള അക്ഷരവും കാഫാണ്. ഇൻഷക്ക എന്ന് പറയുമ്പോൾ തന്നെ അവസാനത്തെ അടയാളങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മള് മുൻസിലും എന്ന് പറയുന്നിടത്താണ് ആദ്യത്തെ മുൻഷക്കുൻ പറയുന്നത്. രണ്ടാമത്തെ മുൻഷക്കുൻ പറയുന്നത് മുൻസലുൻ എന്ന് പറയുന്നിടത്താണ്. അപ്പോ ഇവിടെ മുൻസലിൻ ഫതഹാണോ മുൻസിലിൻ കെസറാണോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടും എന്താണ്? മുൻഷക്കുൻ മുൻഷക്കുൻ എന്നാണ് വരിക. ഓക്കെ, ഇൻഷിഖാഖുൻ. ഇനി ഹിയ ചേർത്ത് പറയും. ഇൻഷക്കത്ത് ഹിയ തുൻഷിക്കു. ഹിയ വന്നാൽ ആദ്യത്തിന് കെസറില്ല, ഹിയ ഇൻഷക്കത്ത് കേട്ടോ. ഹിയ ഇല്ലാതെ എഴുതിയാൽ ഇൻഷക്കത്ത് തൻഷക്കു. ഹിയ ചേർത്ത് എഴുതിയാൽ അലിഫിന് കെസറില്ല. എന്താന്ന് ചോദിച്ചാല് നമ്മൾ പറഞ്ഞ ഇൻകലബ ഗ്രൂപ്പ് മുതൽ ഇൻകലബ ഗ്രൂപ്പ്, എസ്കലബ ഗ്രൂപ്പ്, അതേപോലെ ഇസ്തഗ്ഫറ ഗ്രൂപ്പ്, ഇൻകലബ ഗ്രൂപ്പ്, എസ്കലബ ഗ്രൂപ്പ്, ഇസ്തഗ്ഫറ ഗ്രൂപ്പ്, ഇതിലൊന്നിനും എന്തില്ല? ഹംസില്ല. അവിടെയെല്ലാം ഹംസത്തുൽ വസ്ലാണ്, ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണമില്ലാത്ത അലിഫാണ്. ഓക്കെ, അപ്പോ ഹിയ തൻഷക്കു. തൻഷക്കുൽ അർദു എന്ന് വായിച്ചിട്ടുണ്ടോ ഖുറാനിൽ? തൻഷക്കുൽ അർദു, തൻഷക്കുൽ അർദിന്റെ അർത്ഥം എന്താ? ഭൂമി പൊട്ടിപ്പിളർന്നു. ഭൂമി പൊട്ടി പിളർന്നു. പിളർന്നു എന്നാ? പിളരും.
പൊട്ടിപ്പിളരും, ഭൂമി പൊട്ടിപ്പിളരും. تكاد السماوات يتفطرن وتنشق الأرض وتخر الجبال. سورة مريم. إذا السماء انشقت. ആകാശം പൊട്ടിപ്പിളർന്നാൽ. പിളർന്നാൽ. ഓക്കെ, ഇഹ്തദ ആർക്കറിയാം? ആരും ഇല്ലേ? ഇഹ്തദ, ഞാൻ പറയാം. ഇഹ്തദോ. ഞാൻ ആരോ പറയും, പറയുന്നുണ്ട്. ഞാൻ പറയും. Okay. اهتدى اهتدوا اهتديت اهتديتم اهتديت اهتدينا يهتدي يهتدون تهتدي تهتدون اهتدي نهتدي اهتدين اهتدي ഇഹ്തദി. اهتدي اهتدوا اهتدي اهتدوا لا تهتدي ഇഹ്തദി ഇഹ്തദൂ. اهتدي اهتدوا لا تهتدي لا تهتدوا مهتد مهتدا مهتد مهتدا اهتداء ഇഹ്തിദാഉൻ. اهتداء هي هي اهتدت هي تهتدي ഈ വരുമ്പോ ഈ ഇല്ല കേട്ടോ. യഹ്തദത്, യഹ്തദത്. ഈ അലിഫ് അവിടെ വേണം, പക്ഷെ അതിനൊക്കെ ചെല്ലാൻ പാടില്ല. നമ്മൾ ഖുർആനാണ് പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് വന്ന സമയത്ത് അവിടെ ഈ പറയാൻ പാടില്ല. എഴുതുമ്പോ വേണ്ടേ? എഴുതുമ്പോൾ അലിഫിന് കസറില്ല. ഹിയ ചേർത്ത് എഴുതിയാൽ അലിഫിന് കസറില്ല. ഹിയ ഇല്ലെങ്കിൽ അലിഫിന് ആ കസറില്ല. ഇഹ്തദ, ഇഹ്തദ. لا يضركم من ضل إن اهتديت. لا يضركم لا- من ضل إن اهتديت. വർറന്റെ അർത്ഥം ലറ ലറ അള്ളാഹുവിന്റെ അർത്ഥം എന്താ? ബുദ്ധിമുട്ടുണ്ടാക്കി. لا يضركم. ഇല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. എളുറു لا يضركم. ബുദ്ധിമുട്ടാക്കുകയില്ല. നിങ്ങൾ ബുദ്ധിമുട്ടാക്കുകയും من ആക്കരുത്. ضل. ആക്കരുതെന്നൊന്നും പറഞ്ഞില്ല. لا يضركم. നിങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല. ബുദ്ധിമുട്ടാക്കും. ആക്കുകയില്ല. ബുദ്ധിമുട്ടിക്കുകയില്ല. മൻ മൻ ആര് വല്ല വഴി തെറ്റിയവൻ. നല്ല വഴി പിഴച്ച മൻ Wait, വല്ല wait. വഴി തെറ്റിയവൻ. വഴി തെറ്റിയവൻ. ഇഹ്തദൈതും. വഴിതെറ്റി അവൻ നേർവഴിയിലാക്കിയാൽ ഇൻ നിങ്ങളെ ഇഹ്തദൈതും. നിങ്ങൾ അവൻ നിങ്ങൾ നിങ്ങളെ നേർവഴിയില ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇഹ്തദാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇഹ്തദൈതും നിങ്ങളെ നിങ്ങൾ നേർമാർഗം പ്രാപിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ നേർമാർഗം സ്വീകരിച്ചാൽ. യാതൊരുക്കും മുമ്പല്ല ഇതെന്ന് ഇഹ്തദൈതും. ഓക്കെ, ഇഫ്തറ. കെട്ടിച്ചമച്ചു. കെട്ടിച്ചാൻ പറ്റും. ആർക്ക് കെട്ടിച്ചമയ്ക്കാൻ പറ്റും? ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആരും ഇല്ലേ? ആളുകളൊക്കെ പോയി. ഇഫ്തറൈത ഇഫ്തറൈതും ഇഫ്തറൈതു ഇഫ്തറൈന യഫ്തരി യഫ്തറൂന യഫ്തരി തഫ്തരി യഫ്തറൂന. യഫ്തരി യഫ്തരി യഫ്തറൂന തഫ്തരി തഫ്തറൂന അഫ്തരി നഫ്തരി ഇഫ്തരി ഇഫ്തറൂ ലാ തഫ്തരി ലാ തഫ്തറൂ മുഫ്തരിൻ മുഫ്തറൻ ഇഫ്തിറാഉൻ ഹിയ ഇഫ്തറത്ത് ലാ തഫ്തരി ഈ എഴുതി ഈ ഇല്ലാതെ പറയും. യഫ്തറത്ത് യഫ്തറത്ത് ഹിയ തഫ്തരി. എഫ്തറ. ഓക്കെ, ഇനി ഇബ്തഗ. ഇമേല ഇബ്തഗ ഇബ്തഗോ ഇബ്തഗൈത ഇബ്തഗൈതും ഇബ്തഗൈതു ഇബ്തഗൈന യബ്തഗി യബ്തഗൂന തബ്തഗി തബ്തഗൂന അബ്തഗി നബ്തഗി
ابتغي ابتغوا لا تبتغي لا تبتغون مبتغ مبتغا ابتغاء يبتغى يبتغى هي ابتغت هي تبتغي يبتغت يتبتغي അടുത്തത് അവസാനം ഇന്തഹ انتهى انتهوا വിരമിച്ചു. انتهيت انتهيت انتهينا ينتهي ينتهون تنتهي تنتهون أنتهي ننتهي انتهي انتهوا لا تنتهي لا تنتهوا منتهٍ منتهن انتهاء هي انتهت هي تنتهي ഇത് ഈ ഇല്ലാതെ പറയും انتهت هي تنتهي അടുത്തത് ഇസ്തഖാമ استقام استقاموا استقمت استقمتم استقمت استقمنا يستقيم يستقيم يستقيمون تستقيم تستقيمون أستقيم نستقيم استقم استقيموا لا تستقيم لا تستقيموا مستقيم مستقيم استقامة മുസ്തഖീമുൻ മുസ്തഖീമുൻ മുസ്തഖാം. മുസ്തഖാമുൻ മുസ്തഖീമുൻ മുസ്തഖാമുൻ ഇസ്തിഖാമത്ത് കാമത്ത്. استقامة يستقام يستقامت استقامت يستقامت استقامت. تستقيم يستقام استقامت يستقيم ബാക്കി കൂടെ പറഞ്ഞു. هي استقامت هي تستقيم يستقيم ആരുമില്ല. അപ്പൊ ഇയ്യാക്കന ഇതിനെ സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത് അർത്ഥം നീ ഞങ്ങളെ ഞങ്ങളെ നേരൊക്കെ നീ ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരണമേ പണ്ട് ഞാൻ പഠിച്ചവരല്ലേ പറയുന്നത് മുസ്തഖീം മുസ്തഖീം നേരായ മാർഗം. നേരായ മാർഗം കാണിച്ചു തരണമേ നേരെയായവൻ മുസ്തഖീമും നേരെയായവൻ മുസ്തഖാമും നേരെയാകപ്പെട്ടത് ഇസ്തിഖാമത്തും നേരെയാകൽ. അപ്പൊ ഇതിനെ സിറാത്തൽ മുസ്തഖീം അങ്ങനെയാണ് മുസ്തഖീം. ഇതിനെ സിറാത്തൽ മുസ്തഖീമിന്റെ അടി വരെ മുസ്തഖീമിന്റെ പൂർണ്ണത എഴുതാൻ പറഞ്ഞാൽ ഇസ്തഖാമ ഇസ്തഖാമ. ഫസ്തഖിം വജ്ഹക എന്ന് പറഞ്ഞാലോ ഇസ്തഖീം നേരെയാണ് ഞങ്ങൾക്ക് നിന്റെ മുഖം ഞങ്ങൾക്ക് വജ്ഹക നിന്റെ മുഖം നേരെയാക്കുക കേട്ടോ. നേരെയായി വേറൊന്നിനെ ചേർത്തിട്ട് പറഞ്ഞാല് അതിനെ നേരെയാക്കുക എന്നുള്ളത്. വജ്ഹക അവിടെ കർമ്മം ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരെയാക്കുക എന്നുള്ളത്. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നേരെയാകുക എന്നുള്ളത്. കർമ്മമില്ലെങ്കിൽ ക്ലിയർ ഇല്ല. കർമ്മമില്ലെങ്കിൽ ആർക്കാ ക്ലിയർ ഇല്ലാത്തത്? അല്ല, സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണു. ഇടയ്ക്ക് ഇപ്പൊ ഉണ്ടോ? ആ ഇപ്പൊ ഉണ്ട്. അഥവാ കേൾക്കുന്നില്ലെങ്കിൽ വലതുവശത്ത് ചെവി ഇടതുവശത്ത് വെച്ച് നോക്കിയാൽ മതി. ഇയർഫോൺ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ? ഇല്ല ഉസ്താദ്, ചിലത് പറയുന്നത് ഹെഡ്സെറ്റ് ഉപയോഗിക്കണം കേട്ടോ. ഹെഡ്സെറ്റ് ഉപയോഗിക്കണ്ട്. ഓക്കെ. ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ അന്തരീക്ഷത്തിലൂടെ സാധനങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പൊ ഇസ്തഖാമായി. ഇനി അടുത്തത് കഴിവുണ്ടോ കഴിവുണ്ടോ ഇല്ല എന്നുള്ള നോക്കുന്നതാണ്. അതാണ് സാധ്യമായി. സാധ്യമായി. ആർക്കാണ് സാധ്യമാകുന്നത്? ഓക്കെ. അടുത്ത ഇസ്തജാബ. استجاب استجابوا استجبت استجبتم استجبت استجبنا استجيبوا يستجيبون تستجيب تستجيبون استجيبون استجيب استجب
استجيبوا لا استجيبوا. تستجب لا تستجيبوا مستجيب استجيب. مستجاب استجابة يستجابة تستجيب. അപ്പോൾ ഒരു ചോദ്യം കൂടെ, ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഇതിലൂടെ അല്ലാതെ വേറെ ഏതിലെങ്കിലും നിന്ന് ടേബിൾ പഠിച്ചിട്ട് വന്നവരുണ്ടോ? ഇല്ല. എങ്ങനെ? നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലൂടെ അല്ലാതെ ഈ ടേബിൾ പഠിച്ചിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല ഇല്ല. ഇല്ല, ഇല്ല. അങ്ങനത്തെ ഒരു പഠനം എവിടുന്ന് നമ്മൾ കേട്ടിട്ടില്ല, ആ അറിഞ്ഞിട്ടില്ല. കാരണം എന്താണ്, ഇത് നിങ്ങൾ പണിമണിയായി പറയുന്നത് കേൾക്കുമ്പോൾ വേറെ എവിടെന്നെങ്കിലും പഠിച്ചിട്ട് വന്നിട്ട് പറയുകയാണെന്ന് ആൾക്കാർ വിചാരിക്കും. ഇല്ല. ഉസ്താദിന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളൂ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. നമ്മളെ പഠനം നൈസ്. ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് നമ്മൾ പല രീതിയിൽ ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളെ നേർവഴിയിലാക്കിയതിന് ശേഷം ഞങ്ങളെ ഹൃദയങ്ങളെ നീ വക്രതയിലാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ നേർവഴിയിലാക്കി നല്ല രീതിയിൽ പഠിപ്പിച്ചതിന് ശേഷം നീ ഞങ്ങളെ വഴി തെറ്റിച്ച് കളയരുതേ എന്ന് പ്രാർത്ഥിക്കണം. തെറ്റിച്ച് കളയരുതെന്ന് ഞങ്ങൾ മറപ്പിച്ച് കളയരുതേ. ഞങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ടേബിളൊക്കെ നോക്കിയിട്ട് എഴുതുന്നുണ്ടല്ലോ, അല്ലെ, പേജ് നോക്കിയിട്ട് എണ്ണം ഒരു എത്ര വാക്കുകളുടെ എണ്ണം എനിക്ക് അറിയുമെന്നൊക്കെ നോക്കിയിട്ട് എഴുതുന്നുണ്ടല്ലോ. ആ ആ രീതി ഒന്നും നമ്മൾ മാറ്റാൻ പാടില്ല. കുറേ നാളത്തേക്ക്, ഒരു 5-8 കൊല്ലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രമം എന്താണോ അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല. ഇതങ്ങോട്ട് ഉറയ്ക്കണം. നിങ്ങൾ എവിടെ വായിച്ചാലും എവിടെ കേട്ടാലും പെട്ടെന്ന് ഖുർആൻ്റെ ആശയം മനസ്സിൽ വരണം. പിന്നെ നിങ്ങൾ ഹോംവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും കേട്ടാലും എവിടെ വെച്ച് കണ്ടാലും അതിൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹവയുടെ ബഹുവചനം അഹുവ ഉൻ എന്നാണോ? അഹുവ എന്ന് മാത്രമേ ഉള്ളൂ? അഹ്വാ ഉൻ. അഹുവ ഉൻ. അതിനകത്ത് ലമ്മ് ഇല്ല, അതാ ചോദിച്ചത്. പോക്കറ്റ് ഗൈഡില്. പോക്കറ്റ് ഗൈഡിൽ, പണ്ടത്തെ പോക്കറ്റ് ഗൈഡിലൊന്നും അവസാനത്തിലൊന്നും അടയാളം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇപ്പൊ ഞങ്ങൾക്ക് തന്നില്ലേ ഉം. ആദ്യം മേടിച്ച അതില് ഹവ അഹുവ എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതാണ്. ആ, അത് തന്നെ. ഇതിലൊന്നും അവസാനത്തിൽ അടയാളമൊന്നും ഇല്ല. ലമ്മില്ല. ഹവ അതൊക്കെ എന്താ പറഞ്ഞാൽ അത് സുക്കൂൻ ചെയ്ത് വായി പറഞ്ഞ് പഠിക്കാൻ വേണ്ടി കൊടുത്തതാ. പിന്നെ അഹുവ. ആൾക്കാർ ലമ്മ് നമ്മൾ മോഷ്ടിക്കാമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ ലമ്മും കൂടെ ഇട്ട് കൊടുത്തത്. ഈ ലമ്മ് നമ്മൾ മോഷ്ടിച്ചിട്ടാണ് ഒരു രൂപ കുറച്ച് കൊടുത്ത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ലമ്മ് കൂടെ ഇട്ട് കൊടുത്തതാണ്. ആൾക്കാർ സംശയം വരാൻ തുടങ്ങി. അത് നമ്മൾ എന്താ അറബി നാടുകളിൽ നിന്നുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനബിന്റെ ബഹുവചനം എന്താണ് ഉസ്താദേ? ഇനബുൻ. അഗ്നാബുനാണോ? അവിടെ ലമ്മില്ലേ? ഇനബുൻ അഗ്നാബുൻ. അത് നമ്മൾ തിരുവനന്തപുരത്ത് പറയുന്നല്ലേ വെള്ളങ്ങൾ കുടിച്ചോന്ന്, മുന്തിരികളൊക്കെ തിന്നോന്ന് ചോദിക്കും. ഷദീദുനാണല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഷദീദിന്റെ ബഹുജനമാണ് ഷിദാദ്. അല്ല, ഷദീദിന്റെ ബഹുജനമാണ് ഷിദാദ്. ഓക്കെ, റിവിഷനൊക്കെ നമുക്ക് ഇനി നോക്കാം. ഇനി അടുത്ത പ്രാവശ്യം ഗ്രാമർ. ഇപ്രാവശ്യം വെർബ് ടേബിൾ ആണ്. ഗ്രാമർ ഒന്ന് ശരിക്കും പഠിക്കാനുണ്ട്. ശരിക്കൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഇപ്പൊ പഠിച്ചതുപോലെ പഠിച്ചാൽ മതി. കുറച്ച് വിപരീത പദങ്ങൾ ഗ്രാമർ അതിന് ആദ്യം പഠിപ്പിച്ച് നമുക്ക് കുറെ വോയിസ് ഒക്കെ ഇട്ട് തന്നു ഗ്രാമറിന്റെ. ഇപ്പൊ നമുക്ക് ഗ്രാമറിന്റെ വോയിസ് നമുക്ക് കിട്ടാനില്ല. എവിടെ നിന്നും കിട്ടാനില്ല. ഞാനും കൊടുക്കുന്നില്ല. ഓവറായിപ്പോ മരിച്ചു പോകും. ഏതിന്റെയോ? ഗ്രാമറിന്റെ. പനിക്ക് കൊടുക്കുന്ന മരുന്നില്ലേ, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കാൻ പറഞ്ഞ ആ മരുന്ന് തന്നെ ആവശ്യമില്ല. മരുന്ന് തന്നെ എന്താണ്, രോഗം ഉണ്ടാക്കുന്നതാണ്. ഇനി ആ കൊടുക്കുന്ന മരുന്ന് തന്നെ അവര് പറയുന്നത് എന്താണ്, 3 നേരം കഴിക്കാൻ പറഞ്ഞ് 4 നേരം കഴിച്ചാൽ എന്താവും? മരിച്ചു പോകും. അതേപോലെ കുഞ്ഞുങ്ങൾ, വലിയ ആൾ കൊടുക്കുന്ന മരുന്ന് കുഞ്ഞുങ്ങൾ കൊടുത്താലോ മരിച്ചു പോകും. അപ്പോ നിങ്ങൾക്ക് ഓവർ ഡോസ് തന്നാൽ എന്താവും? മരിച്ചു പോകും. നിങ്ങൾ ഇവിടം വരെ ഒന്നും ഒത്തില്ലായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇഹ്തദയൊക്കെ പറയാൻ നിങ്ങൾ ഉണ്ടാവുമോ? ഇല്ല, തീർന്നു കഴിഞ്ഞപ്പോ. അപ്പൊ നിങ്ങൾ കുറേശ്ശെ തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേശ്ശെ തന്നതുകൊണ്ടാണ്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഗ്രാമറിൽ എന്തൊക്കെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കൂടുതലൊന്നും പഠിക്കാനില്ല.
ഇപ്പം ഗ്രാമർ ഉണ്ടാവോ ഇതില് എക്സാമിന്? ഗ്രാമർ എല്ലാം ഉണ്ടാവും. അതിൽ 5-6 മാർക്കിന് ഗ്രാമർ അതിന് ഉണ്ടാവും. ഗ്രാമർ നിങ്ങൾ നമ്മളെ പരീക്ഷയ്ക്ക് വേണ്ടി ഗ്രാമർ പഠിക്കരുത് കേട്ടോ. ഇല്ലയോ? പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നും പഠിക്കരുത്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരേ സ്കെയിൽ ഉപയോഗിച്ച് എല്ലാവരെയും അളക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പരീക്ഷയിൽ. പരീക്ഷയും പഠനവും തമ്മിൽ ഒരു കാലത്തും എവിടെയും നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. ഞാൻ പരീക്ഷ എഴുതിയോണ്ടാണ് ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഈ പരീക്ഷ ജയിച്ചതെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പരീക്ഷ നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞാൽ 100-ന് 40 മാർക്ക് കിട്ടിയാൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിനിമം പാസ്സായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 60% അറിഞ്ഞൂടെന്നല്ലേ? അതന്നെ. അപ്പൊ അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ അയാള്? അറിവുള്ളവനാണ്. കുറച്ചറിവുണ്ട്. അതായത് ചോദിച്ച ചോദ്യത്തിൽ 60% അറിയാത്തവൻ പോലും ജയിച്ചു വരും. അങ്ങനെ ജയിച്ചു വന്ന ഡോക്ടറാണ് നമുക്ക് മരുന്ന് തന്നിട്ട് എന്റെ ഹൃദയക്കാരുടെ ഇവിടെ ഇങ്ങനെ ഠിം എന്ന് പറഞ്ഞ് വെട്ടി കീറി പളന്നെടുത്തായിരുന്നു അവര്. ആരാ ചിലപ്പോ 60%, 70% മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഡോക്ടർ 70 നമുക്ക് 70 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല മാർക്കല്ലേ എന്ന് ചോദിച്ചു. നമ്മളെ മാർക്കിന്റെ ആണെങ്കിൽ 90 എബോവ് 90 ആണ് നമുക്ക് നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ. എബോവ് 90 ആണ് സാറ്റിസ്ഫാക്ടറി, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് മാർക്ക് എന്ന് പറയുന്നത്. എബോവ് 90 എന്ന് പറഞ്ഞാൽ ഓക്കെ 90% അയാൾക്ക് അറിയാം എന്നാണ്. 70-80 എന്നൊക്കെ എന്തല്ല, അതൊരു മാർക്കല്ല. അതൊക്കെ ഓക്കെ എനിക്ക് മാർക്ക് കിട്ടി എക്സലന്റ് എന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഗുഡ് എന്നൊക്കെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ് എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ 90-ന് താഴെ ഉള്ളതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല കേട്ടോ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. നിങ്ങൾ ഫൈനലായില്ലേ, ഉള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ്, അപ്പൊ അവിടെയാണ് 3 സ്റ്റാർ ഉള്ളത്. 3 സ്റ്റാർ ഉണ്ടെങ്കിൽ 3 സ്റ്റാർ ഉണ്ടെങ്കിലേ സാറ്റിസ്ഫാക്ടറി ആവുള്ളൂ. നിങ്ങളെ പഠനം ആവുള്ളൂ. ബാക്കിയെല്ലാം സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാണ്. സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ ഓക്കെ. ഞാൻ നമ്മുടെ അടുത്ത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. ഹോമിയോ ഡോക്ടർ അതേപോലെ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, സെക്രട്ടറിയിൽ അവിടെ ജോലിയുള്ള ആളാണ്. അപ്പോൾ എല്ലാവരുടെയും മാർക്ക് നമ്മൾ പേര് വിളിച്ചിട്ട് പേപ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേപ്പറും സർട്ടിഫിക്കറ്റും കൂടെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻസർ ഷീറ്റും സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മാർക്കാണെന്ന് എൻ്റെ ഇതിൽ അനൗൺസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു അടുത്ത്. എല്ലാവരോടും ചോദിച്ചു സാറ്റിസ്ഫാക്ഷൻ, എല്ലാവരും സാറ്റിസ്ഫാക്ഷൻ, എല്ലാം വെരി ഹാപ്പിയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? എനിക്ക് എക്സലൻ്റ് ആണെന്ന് പറഞ്ഞു. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഗുഡ് 50% അല്ലേ? 50% ആണെങ്കിൽ ഗുഡില്ല, പിന്നെ ഒന്നുമില്ല. 60% ആണെങ്കിൽ ഗുഡ്, 60-ൻ്റെ മുകളിൽ 70% ആണെങ്കിൽ വെരി ഗുഡ്, 80% ആണെങ്കിൽ എക്സലൻറ്റ്. അപ്പോൾ ഗുഡ് കിട്ടിയ ആളെടുത്ത് നോക്കുമ്പോൾ എത്രയാണ്? 60% മാർക്ക് കിട്ടിയ ആൾ ഗുഡാണ്. 70% മാർക്ക് കിട്ടിയ ആളോ വെരി ഗുഡ്. 80% മാർക്ക് കിട്ടിയ ആൾ എക്സലൻ്റ് ആണ്. അപ്പൊ ആര് അവരുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാലും അവരെന്താണ്? മിടുക്കന്മാരാ. പക്ഷെ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളവന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുകയുള്ളൂ. ആള് പഠിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ മോർ ദാൻ 90% മാർക്ക് വേണം. ബാക്കിയെല്ലാം പോട്ടെ, അടുത്ത് പഠിച്ചു പോട്ടെ, പഠിക്കുന്നിടത്തോളം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. ഇനി നിങ്ങൾ ഇതിനകത്ത് ചേർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അവരോട് പ്രത്യേകം പറയണം, നിങ്ങൾ ആദ്യം ഫസ്റ്റ് റാങ്കിന് വേണ്ടിയാണ് പഠിക്കേണ്ടത്. കാരണം ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിച്ചാലേ ബിറ്റ്വീൻ 90 to 99 മാർക്ക് കിട്ടുമോ, പെർസെൻറ്റേജ് കിട്ടുള്ളൂ. ഏത് കോഴ്സിന് പോയാലും ശരി, ഇത് മാത്രമല്ല, ഏത് കോഴ്സിന് പോയാലും ശരി. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് വിചാരിച്ചാൽ പാസ്സാവില്ല, പാസ് മാർക്ക് കിട്ടില്ല. അപ്പം നമ്മൾ 90% മാർക്കാണ് ഫസ്റ്റിൽ വാങ്ങുന്നതെങ്കിൽ നിങ്ങളെല്ലാവരുടെയും ഗ്രാഫ് എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ AI യുഗത്തിലൊന്നുമല്ല നമ്മൾ വരുന്നത്, നേരത്തെയുള്ള യുഗത്തിലുണ്ടായിരുന്നത്. എല്ലാവരുടെയും ഗ്രാഫ് എല്ലാവരും എനിക്ക് ആരും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം എടുത്ത് നോക്കിയാൽ എനിക്ക് അവരുടെ ഗ്രാഫ് പെട്ടെന്ന് വിതിൻ സെക്കൻഡിൽ ഗ്രാഫ് കിട്ടും നമുക്ക്. എല്ലാവർക്കും തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു രജിസ്റ്റർ നമ്പറാണ്.
യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പോലെ ആദ്യത്തെ പരീക്ഷയ്ക്ക് ഒരു രജിസ്റ്റർ നമ്പർ, പിന്നെ അത് വീണ്ടും എഴുതിയാൽ എന്താ പറയുക, സേ എക്സാമൊക്കെ എഴുതിയാൽ വേറെ രജിസ്റ്റർ നമ്പർ ഒന്നുമല്ല കൊടുക്കുന്നത്, ഒറ്റ രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താൽ അവരെ ഗ്രാഫ് അപ്പറേ കിട്ടും. അപ്പോൾ തുടക്കത്തിൽ 80% മാർക്ക് കിട്ടിയതെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് 80ന്റെ താഴെ ഉണ്ടാവുള്ളൂ മാർക്ക്. അടുത്ത പരീക്ഷയ്ക്ക് അതിനെ താഴെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയാലാണെങ്കിൽ അയാൾ 90നും 99നും ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാവും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ ഫസ്റ്റ് റാങ്കിന് വേണ്ടി ഓരോരുത്തരും വർക്ക് ചെയ്യണം, എന്നാലേ 90നും 99നും ഇടയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. 90നും 99നും ഇടയ്ക്കുള്ള മാർക്കാണ് എന്ത്? സംതൃപ്തമായ മാർക്ക്. ബാക്കിയെല്ലാം നിങ്ങൾ സർട്ടിഫിക്കറ്റ് എവിടെ കൊണ്ട് കാണിച്ചാലും എക്സലന്റ് ആണ്. എക്സൽ എത്ര പെർസെന്റേജാ? 80%. 80 മോളിൽ 80ഉം 89 വരെ, 80 മുതൽ 89 വരെ. 90 95 ഒക്കെ ഉള്ളത്. 90ന് മുകളിലെ 3 സ്റ്റാർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പൊ കുറച്ച് ഗ്രാമറും കൂടെ പഠിച്ച് ആ ഗ്രാമർ എവിടം വരെയൊക്കെയാണ് പഠിച്ചെന്നുള്ള ഇതേപോലെ നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. അല്ലാഹു തൗഫീഖ്. പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ച സംഗതി ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പട്ടികൾ പഠിക്കണം. പ്രത്യേകിച്ച് ഈ ദുർബലാശയങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഖുർആൻ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശരി കിട്ടുന്നുണ്ടോ, ഒരു വാക്ക് ഖുർആനിൽ കിട്ടിയാൽ ഇത് ഈ വാക്കിൻ്റെ പൂർണ്ണക്രിയ എന്താണ്, അതിൻ്റെ അപൂർണ്ണക്രിയ എന്താണെന്നൊക്കെ നോക്കി ആ രീതിയിൽ പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.